നമുക്കിന്ന് ഭിന്നസംഖ്യകൾ എന്ന ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: 5ൽ 4 ശതമാനമായി എഴുതുക. ഉത്തരത്തിനായി 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. എ 50%, ബി 60%, സി 70%, ഡി 80%. ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കി മാറ്റാൻ ആ സംഖ്യയെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 5ൽ 4 100 കൊണ്ട് ഗുണിക്കുക. എളുപ്പത്തിനായി 5ൽ 100 കൂടി വെട്ടുക. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. 20നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 80 എന്ന് കിട്ടും. അപ്പോൾ 80% ഓപ്ഷൻ ഡി ആണ് ശരി. ഇനി ഭിന്നസംഖ്യകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അപ്പോൾ 5ൽ 4 ഒരു ഭിന്നസംഖ്യയാണ്. 4ൽ 6 ഒരു ഭിന്നസംഖ്യയാണ്. 3ഉം 2ൽ 1 ഒരു ഭിന്നസംഖ്യയാണ്. പക്ഷേ ഇവയ്ക്കെല്ലാം ഓരോ പേരുണ്ട്. അപ്പോൾ 5ൽ 4 എന്ന ഭിന്നസംഖ്യ ഒരു സാധാരണ ഭിന്നത്തിൽപ്പെടുന്നതാണ്. 4ൽ 6 വിഷമ ഭിന്നത്തിൽപ്പെടുന്നതാണ്. 3ഉം 2ൽ 1 മിശ്ര ഭിന്നത്തിൽപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്? അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള ഭിന്നത്തെ സാധാരണ ഭിന്നമെന്നും അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യയെ വിഷമഭിന്നമെന്നും ഒരു പൂർണ്ണസംഖ്യയും അതിനോടൊപ്പം ഒരു സാധാരണ ഭിന്നവും ചേർന്നാൽ അതിനെ മിശ്രഭിന്നമെന്നും പറയുന്നു. അപ്പോൾ ഇത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഭിന്നസംഖ്യകളെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്.